ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷൈൻ സുരേഷ്. ഞാനെന്നുള്ളത് പോർച്ചുഗലിലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോയാണ്. പോർച്ചുഗലിൽ തന്നെയാണ് നമ്മളുടെ ആദ്യത്തെ വീഡിയോ ആരംഭിക്കുന്നത്. അപ്പോൾ 26 രാജ്യങ്ങളുടെ വിശേഷങ്ങളാണ് നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാ ചങ്കുകൾക്കും ഗോ ഫോർവേഡിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ലാർഗ ദെ ലൂയിസ് സാന്റ എന്ന് പറയുന്ന ലിസ്ബണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാർക്കിലാണ് കേട്ടോ. ലിസ്ബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലാണ് ലിസ്ബൺ. എന്താ പറയുക, ഒരു അടിപൊളി പാർക്ക്. ഒരുപാട് ടൂറിസ്റ്റുകളും പല പല ഭാഷകളും അതുപോലെ തന്നെ പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് പല പല ബാൻഡുകളുടെ സംഗീതങ്ങളൊക്കെ ആകുമ്പോഴും ശരിക്കും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്ക്. എന്താ കണ്ടില്ലേ, അവിടെ വ്യൂസൊക്കെ കണ്ടില്ലേ, ഒരു 6 വ്യൂസ് ഉള്ള ഒരു ചെറിയ പാർക്ക്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ കണ്ട ആ മ്യൂസിക് ഒരു അങ്കോളിയൻ ബാൻഡിന്റെ മ്യൂസിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീക്കെൻഡ്സിലും ഇതുപോലെ തന്നെ ഒരുപാട് ട്രാവലേഴ്സ് വരും, ട്രാവൽ ബാൻഡ്സ് വന്നിട്ട് ഇവിടെ പെർഫോം ചെയ്യാറുണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ നാട്ടിലെ വെന്തി പോലത്തെ ഒരു സംഭവം, നല്ല റൗണ്ടിലൊക്കെ കട്ട് ചെയ്തിട്ട് അടിപൊളി, കാണാൻ നല്ല രസമാണ്. അവിടെ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് 2 ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ്. അന്തോണീസ് പുണ്യാളൻ ജനിച്ചു വളർന്ന പള്ളിയിലേക്ക്, അത് വീടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ, അതിപ്പോൾ പള്ളിയാണ്. ആ പള്ളിയിലേക്കും അതുപോലെ തന്നെ പ്രശസ്തമായ ഒരു പ്ലേസാണ് സെയ്ദ് ലിസ്ബോ എന്ന് പറയുന്നത്. സെയ്ദ് ലിസ്ബോയിലേക്കുമാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം, വാ. ഇതുകണ്ടില്ലേ, ഒരു 6 വ്യൂ പോയിന്റ്. കടലിൻ്റെയും കരയുടെയും പോർച്ചുഗലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഈ വ്യൂ പോയിന്റ് തന്നെ. ഈ വ്യൂ പോയിന്റിൻ്റെ പേരാണ് ലാർഗോ ദെ സാന്റ വ്യൂ പോയിന്റ്. ടൂറിസ്റ്റുകളുടെ പ്രധാന സ്പോട്ടാണ് കേട്ടോ ഇത്. ഞാൻ നോക്കിയിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആകർഷിക്കുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, കരയുടെയും കടലിനെയും സൗന്ദര്യം. അത് കണ്ടില്ലേ, ആ അറ്റത്ത് കടലാണ് കേട്ടോ. 3 ഐലൻഡുകളാണ് നമ്മളാ കാണുന്നത്. നമ്മൾ ആ ഐലൻഡുകളിലൊക്കെ പോകുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഐലൻഡുകളാണ്. അപ്പോൾ ഐലൻഡിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വ്ളോഗിൽ കാണാം. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരയുടെ സൗന്ദര്യം കണ്ടില്ലേ, 3 പള്ളികളാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള 3 പള്ളികളാണ് കാണുന്നത്. അവിടെ 3 പള്ളികൾ അവിടെ ഉണ്ട്. നമ്മൾ കുറച്ചുകൂടി മുകളിലായിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീടുകളുടെ മനോഹാരിത ഒരേപോലത്തെ വീടുകളാണ്. നമ്മളവിടെ പല ഓടുകളൊക്കെ ഉണ്ട്, പല പല ഓടുകൾ. പക്ഷേ ഇവിടെ ഓട് പോലും ഒരുപോലെയാണ്, ഒരേ കളർ, ഒരുപോലത്തെ ഓട്. ഒരു അടിപൊളി വ്യൂ പോയിന്റ്. ലിസ്ബണിൽ വന്നവർ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ ആരെങ്കിലും ഒക്കെ ടൂർ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അവിടെ ഇവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ നടക്കാനുള്ളൂ കേട്ടോ അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ കാഴ്ചകൾ, ഒരുപാട് എന്താ പറയുക അടിപൊളി കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് ഓരോരുത്തരും, അതായത് പ്രധാനപ്പെട്ട കാഴ്ചകൾ ഓരോന്നോരേതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും യാത്ര തുടരാം, വാ. ഇത് കണ്ടില്ലേ, 300 വർഷം പഴക്കമുള്ള ഒരു മരം, ബെലാദി സോംബ്ര എന്നാണ് കേട്ടോ എൻ്റെ മരം. പോർച്ചുഗീസ് മരമല്ല, ലാറ്റിൻ അമേരിക്കൻ മരമാണ്. 300 വർഷം പഴക്കം, അന്നത്തെ കാലത്ത് നട്ടേക്കുന്ന ഒരു മരമാണ്.
എന്താ സാധനം എന്നറിയോ, കിടുക്കാൻ മരം. അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ആൾക്കാരുടെ എനിക്ക് ഇഷ്ടപ്പെട്ടേക്കണ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി സ്നേഹികളാണ്. മരങ്ങളെ ഭയങ്കര കാര്യമാണ്. ഈ പറഞ്ഞ പോലെ പൂക്കളും മരങ്ങളും പ്രകൃതിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഇപ്പോൾ റോഡ് സൈഡിൽ ഇരിക്കണേണ്. റോഡ് സൈഡിൽ ഒരു ചെറിയ എന്താ പറയുക, തറയല്ല, ഒരു ചെറിയ തറ ഒക്കെ കെട്ടിയിട്ട് അടിപൊളിയാക്കിയിട്ട് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു മരം. 300 വർഷങ്ങൾ പഴക്കമുള്ള മരം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ തന്നെ 1000 വർഷങ്ങൾ പഴക്കമുള്ള മരമൊക്കെ. ഞാനിത് 300 വർഷം പഴക്കമുള്ള മരമെന്ന് നമ്മുടെ ബാംഗ്ലൂരുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, സനാബായി. പുള്ളി സ്റ്റുഡിയോ ഒക്കെ നടത്തുന്നതാണ്. ആ പുള്ളിനോട് ഞാൻ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, നീ ഇങ്ങാട് വാ, ബാംഗ്ലൂർ 1000 വർഷമുള്ള മരമൊക്കെ ഞാൻ കാണിച്ചതാന്ന് പറഞ്ഞു. ഇവിടെ നിന്നേ ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലേക്ക് എത്തോട്ടാ. പള്ളിയിലോട്ടല്ല, പള്ളിയുടെ കയറുന്ന മെയിൻ ജംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഒരുപാട് നടന്നട്ടാ. ശരിക്കും ഒരു 500 മീറ്റർ നടക്കാനുള്ളൂ. പക്ഷെ നമുക്ക് വഴി തെറ്റിപ്പോയി. അങ്ങനെ നമ്മളൊരു 1 കിലോമീറ്റർ നടന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 1 കിലോമീറ്റർ നടന്നിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ പോലീസുകാരാണ് പറ്റിയത്. നമുക്ക് തംസപ്പൊക്കെ അടിച്ചാണ് പോകുന്നത്. അടിപൊളി ആൾക്കാരാണ് ഇവിടുത്തെ പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അതിൽ ഇപ്പൊ തന്നെ ഉണ്ടല്ലേ തംസൊക്കെ അടിച്ച പോകുന്നത്. അപ്പോൾ നമ്മളുടെ വഴി തെറ്റിപ്പോയി. വഴി തെറ്റിയിട്ട് നമ്മൾ 1 കിലോമീറ്റർ നടന്നു. പക്ഷെ എന്നാലും നമുക്ക് ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല. കാര്യം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നടക്കുമ്പോൾ ഒരു ക്ഷീണവും അനുഭവപ്പെടില്ല. അത്രയും ബ്യൂട്ടിയാണ് പോർച്ചുഗലിൽ. അപ്പോൾ നമ്മൾ അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലേക്ക് പോകാനുള്ള മെയിൻ സ്ട്രീറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. രൂപ അന്തോണിയോതി ചെയ്യുന്നുള്ള മെയിൻ സ്ട്രീറ്റിൽ. അപ്പോൾ ഈ സ്ട്രീറ്റിൽ നിന്ന് കയറുന്നതാണ് അന്തോണീസ് പുണ്യാളൻ്റെ പള്ളി. ഇത് ഇപ്പോഴും തൊട്ടപ്പുറത്ത് ഒരു പള്ളി ഉണ്ട് കേട്ടോ, വേറൊരു പള്ളി. അപ്പോൾ ഒരുപാട് പള്ളികളുണ്ട്. അപ്പോൾ അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലേക്ക് പോകാനുള്ള മെയിൻ ജംഗ്ഷൻ. അപ്പോൾ അതുമാത്രമല്ല പല പല മെയിൻ റോഡുകളിലേക്ക് പോകാനുള്ള നല്ലൊരു ജംഗ്ഷനും കൂടിയാണ് ഇത്. അപ്പോൾ ഇത് കയറി കഴിഞ്ഞാൽ അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിലേക്കാണ്. അപ്പോൾ നമ്മളപ്പോൾ അന്തോണീസ് പുണ്യാളൻ ജനിച്ചു വളർന്ന മണ്ണിലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ പിറകിൽ കാണുന്നതാണ് അന്തോണീസ് പുണ്യാളൻ്റെ ആദ്യത്തെ വീട്. അപ്പോൾ പണ്ട് കാലത്ത് ലിസ്ബണിൽ നിരന്തരമായിട്ട് ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭൂകമ്പത്തിൽപ്പെട്ട് ആ അന്തോണീസ് പുണ്യാളൻ്റെ വീട് തകർന്നു പോകും. അത് കഴിഞ്ഞ് അന്നത്തെ രാജാവ് അത് പുതുക്കി പണിത് ഉള്ള പള്ളിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ ആ അവശേഷിച്ചിരുന്ന വെച്ചാൽ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും ആ പള്ളിയോട് ചേർന്നുണ്ട് കേട്ടോ. ലിസ്ബണിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിലൊന്നാണ് സെന്റ് അന്റോണിയോ ഇഗ്രീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി എന്നാണ് പോർച്ചുഗലിൽ. അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് ഈ അന്തോണീസ് പുണ്യാളൻ്റെ പള്ളി കാണാനും പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ടൂറിസ്റ്റും വിശ്വാസികളും ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇന്ന് നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ. കാര്യം അന്തോണീസ് നല്ലോണം പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ടിപ്പുറം തന്നെ മ്യൂസിയവും ഉണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ. അപ്പോൾ നമുക്ക് അവിടെ കയറി മ്യൂസിയത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. എന്തായാലും നമുക്ക് പള്ളിയും പള്ളിയുടെ അകത്തൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് കണ്ടിട്ട് വരാം. വാ. ഇനി നമ്മൾക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ അന്തോണീസ് പുണ്യാളൻ്റെ വീടിരുന്ന് വെച്ചാൽ സ്ഥലം ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ പള്ളിയുടെ ഒപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മളിനി പോകാനുള്ളത്. പള്ളിയുടെ തൊട്ട് ഇപ്പുറത്തെ റൂമിലൂടെ വേണം നമ്മൾക്ക് ആൾത്താരയിലേക്ക് പോകാനായിട്ട്. അവിടെ ചെറിയ ആൾത്താരയൊക്കെ ആയിട്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അന്തോണീസ് പുണ്യാളൻ്റെ ജനിച്ച സ്ഥലവും ആ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതുവഴി വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഒരുപാട് പുണ്യാളന്മാരുടെ രൂപങ്ങളുണ്ട് കേട്ടോ. നല്ല കളർഫുള്ളായിട്ട് ആണ് പള്ളി പണിതേക്കുന്നത്.
ഇത് കണ്ടില്ലേ, പള്ളിയുടെ മെഴുകുതിരി കണ്ടില്ലേ, വലിയ ഒരു തിരിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതുവഴിയാണ് നമ്മൾ ആ അൾത്താരയിലേക്ക് പോകുന്നത്. അപ്പോൾ ഓരോരോ വാതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം ഇതുവഴി വന്നു കഴിഞ്ഞാൽ നോക്കി, സെൻറ്റ് ആൻ്റോണിയോ കൊർത്തോ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസാണ്. ആൻ്റണിയുടെ മുറിയാണ്. ഇതാണ് സെൻറ്റ് ആൻ്റോണിയോസിൻ്റെ മുറി, പണ്ടത്തെ വീടിരുന്ന സ്ഥലം. അപ്പോൾ ഇതിലേക്ക് കൂടി ഇറങ്ങി ചെല്ലണം, ഡൗൺ സ്റ്റെയറിലാണ്. അപ്പോൾ എന്താ പറയുക, പള്ളിയുടെ ഏറ്റവും അടിയിലത്തെ ഒരു മുറിയാണ്. അതിൻ്റെ ഒപ്പമാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. മാർപ്പാപ്പ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നേക്കണുണ്ട്. പള്ളി സന്ദർശിച്ചപ്പോൾ അതൊക്കെ നല്ല മനോഹരമായിട്ടുള്ള മാർബിളിൽ വെച്ചിട്ടുണ്ട്. വാ, ഇങ്ങോട്ട് വരാം. ചെറിയ ഗേറ്റൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് ഇവിടെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയാണ് സെന്റ് ആന്റോണിയോസ് ജനിച്ച സ്ഥലോട്ടോ. കണ്ടില്ലേ, മനോഹരമായിട്ട് അൽത്താരയൊക്കെ, ഒരു ചെറിയ അൽത്താരയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് സെന്റ് ആന്റോണിയോസ് ജനിച്ച സ്ഥലം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുകളിൽ, പോർച്ചുഗീസിലാണ് എഴുതി വെച്ചേക്കണേന്നേ ഉള്ളൂ. അപ്പൊ ഇത് കാണാനായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത്. കണ്ടില്ലേ, അന്തോണിയാണ് ജനിച്ച ആ മുറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ പുണ്യസ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇവിടത്തെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. പള്ളിയും അതുപോലെ തന്നെ ആൻ്റോണിയോസ് കുഞ്ഞാളൻ്റെ വീടും ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം, ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. വാ. അതെ, ഇവിടെ ഒരു രസകരമായിട്ടുള്ള ഐതിഹ്യം ഉണ്ട് കേട്ടോ. ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പുറകിൽ അന്തോണീസ് പുണ്യാളൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ. ഈ അന്തോണീസ് പുണ്യാളൻ്റെ കയ്യിലൊരു ബൈബിൾ ഉണ്ട്. നമ്മളുടെ കയ്യിലുള്ള ഏത് നാണയത്തൊട്ടും ആവട്ടെ, ഒരു നാണയത്തൊട്ടെടുത്ത് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് ആ ബൈബിളിലേക്ക് നമ്മൾ എറിഞ്ഞു വീഴ്ത്തണമെങ്കിൽ ഇവിടെ നിന്ന് എറിഞ്ഞു വീഴ്ത്തണമെങ്കിൽ മനസ്സിനിണങ്ങുന്ന ജീവിത പങ്കാളിയെ ലഭിക്കുമെന്നാണ്. അല്ലെങ്കിൽ കല്യാണം നടക്കാത്തവരുടെ കല്യാണം നടക്കും എന്നാണ് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. അതനുസരിച്ച് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നിട്ട് ഇതുപോലെ നാണയം വന്നത്. കാണാൻ തന്നെ ഭയങ്കര ഒരു രസകരമായിട്ടൊരു സംഭവമുണ്ട്. നമുക്കിനി അന്തോണീസ് കുഞ്ഞാളൻ്റെ മ്യൂസിയം കാണാം കേട്ടോ. അപ്പോൾ ഈ മ്യൂസിയം സന്ദർശിച്ചു കഴിഞ്ഞാൽ അന്തോണീസ് കുഞ്ഞാളൻ്റെ പഴയ ചരിത്രങ്ങളും അതുപോലെ തന്നെ ഈ പള്ളി ഉണ്ടാകുന്നതിൻ്റെ ചരിത്രങ്ങളൊക്കെ, പണ്ടത്തെ കാലത്ത് ഇതിൻ്റെ പിക്ചറുകളും അതുപോലെ തന്നെ ഇവിടുത്തെ പെരുന്നാൾ നടക്കുന്ന ചെറിയൊരു ഡെമോ, അതുപോലെ തന്നെ ഒരുപാട് പള്ളീനെ സംബന്ധിച്ചായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മ്യൂസിയത്തിൽ നിന്ന് കാണാൻ പറ്റും. കൊച്ചു സ്റ്റുഡിയോ എന്നൊക്കെ തന്നെ പറയാം മ്യൂസിയം. പള്ളിയുടെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെയാണ് മ്യൂസിയം. അപ്പോൾ ഈ മ്യൂസിയത്തിലേക്ക് കയറാനായിട്ട് 3 യൂറോയാണ് എൻട്രൻസ് ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ 3 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാം. എന്തായാലും നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണെന്നൊന്ന് ഓടിച്ചൊന്ന് കണ്ടുകൊണ്ട് വരാം പെട്ടെന്ന്. വാ. അപ്പോൾ മ്യൂസിയത്തിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനകത്ത് എനിക്കൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയിരുന്ന കാഴ്ച എന്നുള്ളത് പ്രതിമകളുടെ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പ്രതിമകളുടെ രൂപത്തിൽ. ഇത് അന്തോണീസ് പുണ്യാളന്റെ പ്രദക്ഷിണം കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ ഇവിടെ പെരുന്നാളുടെ സമയത്തുള്ള ഒരു നല്ലൊരു ഡിസ്പ്ലേ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അവര് എങ്ങനെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ എന്നുള്ള ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഒരുപാട് ഇതുണ്ട് കേട്ടോ കാണാനായിട്ട്. അന്നത്തെ കാലത്തുള്ള അന്തോണീസ് കുഞ്ഞാളന്റെ പള്ളികളുടെ ചരിത്രവും ഡെമോയും പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന വെച്ചാൽ വിളക്കുകൾ പണ്ടത്തെ അതുപോലെ തന്നെ ഇവിടെ വീടിന്റെ ശൈലി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അന്തോണീസ് ഉണ്ണിയാളൻ്റെ പള്ളിയും വിശേഷങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇവിടുന്ന് വിട പറയാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ലിസ്ബണിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതും ഹിസ്റ്റോറിക്കലും ആയിട്ടുള്ള സേതി ലിസ്ബ പോവാം. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ഓട്ടോറിക്ഷകൾ കിടപ്പുണ്ട്, കളർഫുൾ ഓട്ടോറിക്ഷകൾ. ഇവിടെ ഓട്ടോറിക്ഷ പറയുന്ന പേര് ടുക് ടുക്ക് എന്നാണ് കേട്ടോ. പേര് കണ്ടില്ലേ, ടുക് ടുക്ക്, അടിപൊളി പേരല്ലേ. അപ്പോൾ ടുക് ടുക്ക് എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വിനോദ സഞ്ചാരികൾക്ക് ലിസ്ബണിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് ഇവർ കൊണ്ടുപോകും. അതുപോലെ തന്നെ ആ സ്പോട്ടുകളെക്കുറിച്ച് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത് ഗൈഡുമാരാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ, അതായത് ടുക് ടുക്കിൻ്റെ ഡ്രൈവേഴ്സ്. 30 യൂറോയാണ് നമുക്ക് ടുക് ടുക്കിൽ സവാരി ചെയ്യാനുള്ള റൈറ്റ്. അപ്പോൾ അവരുടെ കയ്യിൽ അവിടെ ഒരുപാട് പ്രധാനപ്പെട്ട സ്പോട്ടുകൾ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്, അവരുടെ ഒരു ബുക്കായിട്ട് ഉണ്ട്. അപ്പോൾ അത് നമ്മളെ കാണിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അവരെ ഒരു റൈറ്റ് പറയും. അപ്പോൾ 30 രൂപയാണ് കുറഞ്ഞ റൈറ്റ്. അതിന് മേപ്പോട്ട് നമ്മൾക്ക് ഓരോ ഹവറിൽ ബേസ്ഡ് ചാർജ് ഉണ്ട്. അപ്പോൾ ഒരടിപൊളി സംഭവമാണ് ടുക് ടുക്ക്. ലിസ്ബണിലെ തന്നെ ലിസ്ബണിലെ ടുക് ടുക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒരു വേറൊരു ലെവൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ സേതി ലിസ്ബോയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഈ പിറകിൽ കാണുന്നതാണ് സേതി ലിസ്ബോ. സേതി ലിസ്ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. കാര്യം വളരെ പഴക്കമുള്ള ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ചർച്ചാണ് കേട്ടോ ഇത്. ഏകദേശം 900 വർഷം പഴക്കമുള്ള ഒരു ചർച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത്. അന്നത്തെ കാലത്ത് ഇറ്റാലിയൻസ് ആണ് ഇത് പണിതിരിക്കുന്നത്, പോർച്ചുഗീസുകാരല്ല, ഇറ്റാലിയൻസ് ആണ് ഇതിൻ്റെ ബിൽഡേഴ്സ്. അവരുടെ ആ ശൈലിയിലുള്ള കരവിരുത് നമ്മൾക്ക് ആ പള്ളി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് ഇത് കാണാനായിട്ട് വരുന്നതും ഫോട്ടോ എടുക്കും. അതുപോലെ തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്, ഹിസ്റ്റോറിക്കൽ ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ് ഈ കാണുന്ന ചർച്ച്. അതുപോലെ തന്നെ കണ്ട ക്ലോക്ക് ടവറും 2 മണികളും റോമൻസ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ, റൂപ്പറുള്ള ഒരു മണി, വലിയ മണികൾ. അപ്പോൾ അതേപോലത്തെയൊക്കെ നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു ശൈലിയിൽ പണിതേക്കുന്നൊരു പള്ളിയാണ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. പോർച്ചുഗൽ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയ ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.